പെട്ടെന്ന് ഇപ്പം തന്നെ ഇതിനകത്ത് ഒരു 400 ഡിഗ്രിക്ക് മുകളിലേക്ക് വന്നിട്ടുണ്ട് ടെമ്പറേച്ചർ. ഇപ്പോൾ 1 മിനിറ്റ് പോലും ആയിട്ടില്ല. ഇങ്ങനെ കത്തുമ്പോഴുന്നുണ്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഹാൻഡിൽ പിടിക്കുക, ഹാൻഡിൽ ചൂടാവത്തില്ല. 100 കിലോ കത്തിച്ച് കഴിഞ്ഞാൽ 3 കിലോ താഴെ ഫൈൻ പൗഡറാണ് അതിൻ്റെ വേസ്റ്റ് വരുന്നത്. ഞാൻ ഇന്നൊരു സാധനം മേടിച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടാണ് മേടിച്ചത്. നമ്മുടെ വീട്ടിലോട്ട് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. എസ്പെഷ്യലി ഇഹാൻ കുട്ടനും കുഞ്ഞുമറിയും ഉള്ളപ്പോഴേക്കും ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. അത് ഫുള്ള് കാണാം. നമ്മുടെ സാധനം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെയാണ് ഓർഡർ ചെയ്ത്. അപ്പോൾ ചേട്ടന്മാർ ഇന്ന് കൊണ്ട് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ വീട്ടിലോട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരു ഐഡിയ ഇല്ല. ഹലോ ചേട്ടാ, ഞങ്ങൾ ഫോണിൽ കൂടെ മാത്രമേ പരിചയമുള്ളൂ. ചേട്ടൻ്റെ പേര് ഡിൻഡോ. അതുപോലെ തന്നെ ചേട്ടൻ ജോമോൻ. അപ്പോൾ ചേട്ടന്മാരാണെങ്കിൽ നമ്മുടെ സാധനമായിട്ട് വന്നിട്ടുണ്ട്. അൺബോക്സ് ചെയ്യാനുള്ള നൈഫ് ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് തൽക്കാലം മൈക്ക് എടുത്ത് ചേട്ടൻ നമുക്ക് മൈക്ക് വെക്കാം. പെർഫെക്റ്റ്. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് പറയുമായിരുന്നു, ഞാൻ ഫേസ്ബുക്കിൽ വീഡിയോ കണ്ടാണ് മേടിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലോട്ട് കുട്ടികളുള്ള സ്ഥിതിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. തീർച്ചയായിട്ടും അല്ലേ? നമുക്ക് എന്നാൽ പൊട്ടിച്ച് കാണിച്ചു കൊടുത്താലോ? തീർച്ചയായിട്ടും കാണിച്ചു തരാം കേട്ടോ. നൈഫൊക്കെ ഞാൻ അഡ്വാൻസ് ആയിട്ട് എടുത്ത് പിടിച്ചിരിക്കുകയാണ് കേട്ടോ അൺബോക്സ് ചെയ്യാനായിട്ട്. ഇതാണ് നമ്മുടെ സാധനം. പേര് വായിച്ച് ഞാൻ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പേര് വായിക്കുന്നതിന് മുമ്പ് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഈ ബോക്സ് കണ്ടല്ലോ, ഏകദേശം 4 അടി ഹൈറ്റ് ഉണ്ട്. ദിസ് സൈഡ് അപ്പ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. യുവർ ഫർണസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ എന്നാ സാധനം? ഫർണസ് എന്താണെന്നറിയാലോ? ഫർണസ് എന്താണെന്ന് അറിയത്തില്ലേ? ഒരു കാര്യം ചെയ്യാം, ഇത് അൺബോക്സ് ചെയ്തുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ചേട്ടാ, നമുക്ക് ഇത് എവിടെ വെച്ചാൽ പൊട്ടിക്കാൻ പറ്റുന്നേ? അപ്പുറത്തേക്ക് വെച്ചാലോ? നമ്മുടെ കിളിക്കൂടിന് അങ്ങോട്ടേക്ക് വെക്കാം കേട്ടോ. ഓക്കെ, ഞാനും പിടിക്കാം. എല്ലാവരും ബാ. ഉറപ്പായിട്ടും നിങ്ങൾ കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾ മാത്രമല്ല കേട്ടോ, അഡൽട്സ് ആണെങ്കിലും ഞാനത് പൊട്ടിച്ചുമ്പോഴേക്കും മനസ്സിലാവും. നിങ്ങൾക്ക് ഓപ്പൺ ചെയ്താലേ മനസ്സിലാകത്തുള്ള സാധനം എന്താണെന്ന്. ഇവിടെ വെച്ച് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഈ ഹാങ്കൂട്ടനാണെങ്കിൽ ഇവിടെ നോക്കുക കേട്ടോ സാധനം എന്നാന്ന്. എടാ, നീ ഉള്ളതുകൊണ്ടാണ് മെയിനായിട്ട് ഇവിടെ മേടിക്കുന്നത്. നീ ഉള്ളതുകൊണ്ടാണ് മെയിനായിട്ട് മേടിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പാക്കേജ് നിങ്ങളെന്ന് കാണിച്ചു തരാം. യുവർ ഫർണസ് പേറ്റന്റ് പ്രൊട്ടക്റ്റഡ് ആണ്. സാനിറ്ററി വേസ്റ്റ് ഡിസ്പോസൽ. ഇപ്പോൾ മനസ്സിലായോ എന്നതാ? കത്തിക്കുന്ന സാധനമാണ് ഫർണസ് എന്ന് പറയുമ്പോൾ. കത്തിക്കുന്ന സാധനമാണ്. നമ്മുടെ വീട്ടിൽ നോർമലായിട്ട് കത്തിക്കാൻ പറ്റാത്ത സാധനങ്ങൾ വളരെ ഈസി ആയിട്ട് കത്തിച്ച് കളയാൻ പറ്റും. ഞങ്ങളത് കാണിച്ചു തരാം. ഓക്കെ, തീർച്ചയായിട്ടും ചേട്ടൻ കാണിച്ചു തരും. ചേട്ടൻ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. അൺബോക്സ് ചെയ്തേക്കാം. യൂഷ്വലി ഞാനാണ് വീട്ടിൽ അൺബോക്സ് ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ സാധനം എനിക്കിത് എന്താണെന്ന് അറിയത്തില്ല. നമ്മുടെ ചേട്ടന്മാരുണ്ട്, അവർ നമുക്കിത് അൺബോക്സ് ചെയ്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഓക്കെ, ഇനിയിപ്പോൾ എനിക്കൊന്നും നൈഫിൻ്റെ ആവശ്യമില്ല. നൈഫിൻ്റെ ആവശ്യമുണ്ട്. 2 എണ്ണം ഉണ്ട്. ഇനി അകത്ത് കട്ട് ചെയ്യാനിട്ടുണ്ടല്ലേ? വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പാക്കിംഗ് ആണ്. ഇതിനകത്ത് ഒരു ലെയറും കൂടെ നമുക്ക് അൺബോക്സ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ സാധനം. ഇതിൻ്റെ ഇതുണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ലൈറ്റ് വെയിറ്റ് 17 കിലോ ഉള്ളൂ. ഉപയോഗത്തിനെ കുറിച്ചുള്ള ഓക്കെ, ഒരു ഗൈഡ് ലൈൻ എല്ലാം ഉണ്ട്. പപ്പടെ കൊടുത്തേക്കാം. ഇതാപ്പേ, ഇതും പപ്പയ്ക്ക് കൊടുത്തേക്കാം. ഇതെന്താ സാധനം? ഡയപ്പർ പിക്കർ എന്ന് പറയും. ഇത്തേ കുത്തിയാണ് ഡയപ്പർ കത്തിക്കുന്നത്. അടിപൊളി. ഒരു കാര്യം ചെയ്യാം, ഞാനിത് ഫുള്ള് ചേട്ടന്മാരെ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ നമ്മൾ ഫൈനൽ അൺബോക്സിംഗിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പാക്കിംഗ് ആണ്. ഇതിനകത്ത് ഒരു പ്ലാസ്റ്റിക് കോട്ടിങ്ങും വരുന്നുണ്ട്. ഇഹാങ്കൂട്ടൻ്റെ സാധനമാ കേട്ടോ. അടിപൊളി. നമുക്കിത് സ്ട്രെയിറ്റ് ആയിട്ട് പോർട്ടബിൾ ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ആർക്ക് വേണേലും എടുത്തുകൊണ്ട് നടക്കാം. ഇല്ല, മഴ നനഞ്ഞാൽ കുഴപ്പമില്ല. ഇല്ല, ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇത്രേ ഉള്ളൂ. എനിക്ക് വളരെ എഫേർട്ട് ഇല്ലാതെ എടുത്ത് പൊക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കൊണ്ടു നടക്കാനായിട്ടും എളുപ്പമുണ്ട്. ഇപ്പം നമുക്കിത് ഒരു സ്ഥലത്ത് എവിടെ വേസ്റ്റ് ഉണ്ടോ അവിടെ വെച്ച് കത്തിക്കാം. ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് വശത്തിന് അവിടെ കൊണ്ടുവച്ച് കത്തിക്കാം, പറമ്പിലാണ് അവിടെ കൊണ്ടുവച്ച് കത്തിക്കാം. ഇപ്പോൾ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുവാണ്, കുറച്ച് കൂടുതൽ വേസ്റ്റ് ഉണ്ട്, നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ പറമ്പിൻ്റെ ഒരു മൂലയ്ക്കാണെങ്കിൽ അവിടെ എടുത്തുകൊണ്ട് വെച്ച് കത്തിക്കാം. പോർട്ടബിൾ ആണ്. നമുക്ക് റൂഫ് ടോപ്പ് വേണമെങ്കിൽ റൂഫ് ടോപ്പിൽ കൊണ്ട് വെക്കാം. ഓക്കെ, എവിടെ വെച്ചോണ്ടും കത്തിക്കാം. ഇത്രയും സ്പേസ് മതി കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 1.5 അടി സ്പേസ് മതി ഇത് വെക്കാനായിട്ട്. ഹൈറ്റും ഇത്രേ വരുന്നുള്ളൂ. എടുത്തുകൊണ്ട് നടക്കാനായിട്ട് പറ്റും. ഓക്കെ. ആരുടെ സഹായം ഇല്ലാതെ എടുത്തുകൊണ്ട് നടക്കാനായിട്ട് പറ്റും. വണ്ടിക്കകത്തും കയറും കേട്ടോ. ഏത് വണ്ടിക്കകത്താണെങ്കിലും കയറും. ഇത് കത്തിക്കുന്ന കാണോ? ഇതിനിപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഇതൊക്കെ പറഞ്ഞു. നമ്മൾ നമ്മുടെ മറ്റേ ഓൾഡ് പഴയതിനെ റീപ്ലേസ് ചെയ്യുന്നു. അപ്പം എന്തുകൊണ്ടാണ് നമ്മളിത് മേടിച്ചതെന്ന് ഡൗട്ട് ഉണ്ടല്ലോ അല്ലേ? ചേട്ടന്മാരാണെങ്കിൽ ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എല്ലാം കാണിച്ചു തരും. ഞാൻ ജസ്റ്റ് ഈ ഒരു ഫർണസ് നോക്കുമായിരുന്നു. ഇതിനകത്ത് നോക്കുമ്പോഴേക്കും ഇത് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേറെ നമ്മൾ ഒരു വിധത്തിൽ ഫ്യൂൽ ഒഴിക്കേണ്ട, ഒന്നും വേണ്ട. ഇലക്ട്രിസിറ്റി ആവശ്യമില്ല, സർവീസിൻ്റെ ആവശ്യമില്ല, മെയിൻ്റെനൻസിൻ്റെ ആവശ്യമില്ല, ഒന്നുമില്ല. ഇവിടെ പേപ്പർ കത്തിച്ചിടുന്നു, എന്നാൽ ഡ്രയർ വേസ്റ്റ് ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നു. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ എല്ലാവരും നോക്കുന്ന പോലെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് ഇതിനകത്ത് കുറച്ച് സാധനം ഇട്ട് ചേട്ടന്മാരെ കത്തിച്ച് കാണിച്ചു തരും. അതായത് നമ്മൾ ഇതിനകത്തൊരു 3-4 ജനറേറ്റർ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഡയപ്പർ കത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതായത് ജസ്റ്റ് ഫ്ലെയിം ആവാനായിട്ട് ചേട്ടന്മാരുടെ ഒരു പത്ര പേപ്പർ കത്തിക്കുന്നു. അപ്പം എൻ്റെ ഡൗട്ട് ഈ ചിരട്ടയിൽ ഇത് ചിരട്ട കത്തും ഇപ്പം? തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ തീ പിടിക്കും. അല്ലെങ്കിൽ ഒരു ചിരട്ട കത്തിക്കണമെങ്കിൽ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള
ഇത് ഇനി അടുത്ത് ജസ്റ്റ് എടുക്കാൻ. അല്ല ഞാനത് ആലോചിച്ചത് പപ്പ പറഞ്ഞ കറക്റ്റാ. ചിരട്ട കത്തണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തോരം കഷ്ടപ്പെടില്ല കത്തുന്നത്. നമുക്ക് ഇവിടുന്ന് നോക്കി അറിയാനായിട്ട് പറ്റും. ഇതിപ്പോ ചേട്ടാ എന്നാ സംഭവിക്കുന്നത് ഇതിനകത്ത് ശരിക്കും? ഇപ്പൊ സൈഡിൽ നിന്ന് എയർ വലിച്ചിട്ട് ഫ്ലെയിമിനകത്ത് വട്ടം കറങ്ങുക. ഫ്ലെയിം പെട്ടെന്ന് ഇപ്പൊ തന്നെ ഇതിനകത്ത് ഒരു 400 ഡിഗ്രിക്ക് മുകളിലേക്ക് വന്നിട്ടുണ്ട് ടെമ്പറേച്ചർ. ഇപ്പൊ 1 മിനിറ്റ് പോലും ആയിട്ടില്ല. ഉണ്ടോ? നമ്മൾ ജസ്റ്റ് ഒരു പത്ര പേപ്പർ കത്തിച്ചിട്ടതേ ഉള്ളൂ. അതെ, ഇപ്പൊ വന്നിരിക്കുന്ന ഫ്ലെയിമാണ്. ഡ്രൈയറിൽ അതിൽ ഇത്രയും പെട്ടെന്ന് ഇത് കത്തിപ്പിടിക്കും. പുകയുണ്ടോ നോക്കിയോളൂ. സീറോ പുകയാണ് കേട്ടോ. സ്മോക്ക് വളരെ സാധാരണ വളരെ നേരിയ പുകയെ വരത്തുള്ളൂ. നമുക്കിപ്പോ കാണാൻ മാത്രം ഒന്നുമില്ല. എന്റെ അമ്മ, ചേട്ടക്ക് ഇതിന് തീ പിടിച്ചു. തീ പിടിച്ചു. ഈ വീഡിയോ ഇത്ര നേരമായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് സമയം നോക്കി അറിയാം എത്ര നേരം കൊണ്ടാണ് ചിരട്ടയിൽ തീ പിടിച്ചതെന്ന്. ഒരു കാര്യം ചെയ്യാം, നമ്മളിത് മേടിച്ചതിന്റെ മെയിൻ ഉദ്ദേശം കുഞ്ഞുമറിയോ ഇഹാൻകുട്ടന്റെയും ഡയപ്പർ ഒരു ദിവസം തന്നെ ഒരു 4-5 ഡയപ്പർ അല്ല, ഇപ്പൊ ചേട്ടന്മാരാണെങ്കിൽ ഡയപ്പറിനകത്തേക്ക് നിറച്ച് വെള്ളം ഒഴിക്കുകയാണ്. ഇത് കണ്ടല്ലോ, സാമ്പിള് നമ്മുടെ ഇഹാൻകുട്ടന്റെ ഡയപ്പർ ഇരിപ്പുണ്ട്. പക്ഷെ നമ്മൾ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളൊരു 4 ഡയപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര ഡയപ്പർ വരെ കത്തിക്കാനായിട്ട് പറ്റും? അഡൽട്ട് ഡയപ്പർ ആണെങ്കിൽ 2 വരെ ഈ സ്റ്റിക്ക് കുത്തി വെക്കാം. കുട്ടികളുടെ ആണെങ്കിൽ ഒരു 4 വരെ കുത്തി വെക്കാം. 5 വരെ കുത്തി വെക്കാം. ചേട്ടന്മാർ പറയുന്ന വിഷയം ഇത് കുട്ടികളുള്ള വീട്ടിൽ മാത്രമല്ല, പ്രായമായിട്ടുള്ള ബെഡ് റിഡൻ ആയിട്ടുള്ള ആൾക്കാരുടെ അഡൽട്ട് ഡയപ്പർ യൂസ് ചെയ്യുന്ന വീട്ടിലും ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് ഡയപ്പർ കുത്താൻ നേരം ഈ സ്റ്റിക്ക് ഇങ്ങനെ ചൂടാക്കുക. ഓക്കെ, അതാകുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തുളച്ചെടുക്കാനായിട്ട് പറ്റും. കുത്തി കയറ്റി വെക്കുക. സാനിറ്ററി പാഡ്സ് ആണെങ്കിലോ? സാനിറ്ററി പാഡ്സ് ഒക്കെ അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. എത്ര എണ്ണം വരെ നമുക്ക് കത്തിക്കാനായിട്ട് പറ്റും? സാനിറ്ററി പാഡ്സ് ഒക്കെ ആണെങ്കിൽ അത് ഒരു 10-30 എണ്ണം കൂടാതെ കെട്ടിയാൽ ഇട്ട് കൊടുത്താൽ മതി, കത്തിക്കോളും. ഡയപ്പർ കത്തി പോകുന്ന ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മൾ ഫുള്ള് വെള്ളം ഒഴിച്ച ഡയപ്പറാണ്. 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കേട്ടോ 3 ഡയപ്പറിനകത്തും കൂടെ. കണ്ടോ, ഇവിടെ ഇരുന്ന് തന്നെ പെട്ടെന്ന് തന്നെ കത്തി തീർന്നു പോകും. അതല്ലെങ്കിൽ നമ്മൾ ഡയപ്പർ എങ്ങനെ കത്തിച്ചാലും ഡയപ്പർ എന്നാ പെട്രോളോ മണ്ണെണ്ണയോ ഡീസൽ ഒഴിച്ചു കത്തി തീരത്തില്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ട് കത്തി തീരും. ഇതുപോലെ ഈ 800 ഡിഗ്രി ചൂട് കത്തുമ്പോഴും നമുക്ക് ഈ ഒരു എത്ര ഡിഗ്രിയിലാണ് കത്തുന്നത്? ഇത് 800 ഡിഗ്രിക്ക് മുകളിൽ 800 ഡിഗ്രിയിലാണ് കത്തുന്നത്. ഈ ഒരു ലെഗും ഈ ഒരു ഹാൻഡിൽ ചൂടാവത്തില്ല. നമുക്കിപ്പോ ഞാൻ ഒന്ന് പിടിച്ചോട്ടെ, എനിക്ക് നമുക്ക് ഇതിന്റെ അടുത്ത് പറ്റത്തില്ല. ഈ ഒരു ലെഗും ഇവിടെ 2 പിടിക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ അടുത്ത് മാറ്റി വെക്കണമെങ്കിൽ ഇങ്ങനെ കത്തിക്കൊണ്ട സമയത്ത് ഒന്ന് മാറ്റി വെക്കാം. ഞാൻ എടുത്ത് നോക്കട്ടെ. ചേട്ടൻ എടുത്ത് കാണിച്ചു തരേ. ഇത്രയും ചൂടുണ്ടെങ്കിലും ഇതിന്റെ ഈ ഒരു ഹാൻഡിലും ഈ ഒരു ലെഗും ചൂടാവത്തില്ല. അത് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ഈ ഡയപ്പർ കത്തിക്കുന്ന സമയത്തും സ്മോക്ക് ഇല്ല. വളരെ ചെറിയൊരു ഇതുണ്ട്. അപ്പൊ ചോദിക്കുന്നത് എന്താ പുകയില്ലാത്തതെന്ന്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇവിടെ കത്തിക്കത്തില്ല, അപ്പൊ പുകഞ്ഞല്ലേ പോകുന്നത്. അതിനെന്ന് വെച്ചാൽ ഡയപ്പർ തീർന്നു. അതൊരു 100-150 ഡിഗ്രിയിലായിരിക്കും കത്തുന്നത്. ഇത് എത്ര ഡിഗ്രി? 800 ഡിഗ്രിക്ക് മുകളിലാണ്. 800 ഡിഗ്രിയിലാണ് കത്തുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ കത്തുമ്പോഴുണ്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ പിടിക്കാം. ഹാൻഡിൽ ചൂടാവത്തില്ല. അടിപൊളി. ഇതിനകത്ത് ബാക്കി ആ ഡയപ്പർ കത്തി തീർന്നു. നമ്മളിട്ട 3 ഡയപ്പറും വളരെ സിമ്പിൾ ആയിട്ട് കത്തി തീർന്നു. ഇത് വേർത്താണ് കേട്ടോ. അതുപോലെ തന്നെ സാനിറ്ററി പാഡ്സ് ചേട്ടന്മാരിടുവാണ്. അത് നമുക്ക് ആവശ്യമില്ല. എത്ര എണ്ണം വരെ കത്തിക്കാം? അത് ഒരു 10-30 മുളക്. വറ്റൽമുളകാണിത്. കറച്ചൽ വറ്റൽമുളക് കിട്ടാൽ പോലും നമുക്ക് അടുത്ത് നിൽക്കാന്നുള്ള നമ്മൾ പോകണ്ടേ, ആരും ഓടണ്ട. വറ്റൽമുളക് സ്മെല്ല് വരത്തില്ല. അത് ഞാൻ അടുത്ത് നിൽക്കുവാണ് കേട്ടോ. ഈ ഹൈ ടെമ്പറേച്ചർ ആയ കാരണം കംപ്ലീറ്റ് കത്തിത്തീരുക. ഇതിപ്പോ നമ്മൾ മറ്റൊരുമുളക് ഇട്ട് കത്തിച്ചാണ്ടല്ലോ നമ്മൾ അടുപ്പിലൊക്കെ പറഞ്ഞ ഇട്ട് നമുക്ക് മുടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുടി ഇട്ട് കൊടുത്താൽ പോലും മണം വരത്തില്ല. ഇതിനകത്ത് ഐഡിയ നമുക്ക് എല്ലാം കത്തിക്കാം. ഡ്രൈ ആയിട്ടുള്ള എന്ന് കത്തിക്കാം. എന്നാൽ ഡയപ്പർ കത്തിക്കാം. ഡയപ്പർ അന്നേരം അകത്തോട്ട് ഇട്ട് കൊടുക്കുകയല്ല, സ്റ്റിക്കാ കുത്തിന്റെ മുകളിൽ വെക്കുന്നു. അത്രേ ഉള്ളൂ. പച്ചയില വേസ്റ്റ്. ഇത് കൊള്ളാം. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് നമുക്ക്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോ നമ്മൾ ഈ പറമ്പിലെ പുല്ലെല്ലാം വെട്ടി കഴിഞ്ഞിട്ട് സാധാരണ ഒത്തിരി ക്വാണ്ടിറ്റി ഒത്തിരി പച്ചപ്പുണ്ടെങ്കിൽ കുറച്ച് പോകും. ആദ്യം കത്തുന്നു വരെ ജസ്റ്റ് ഒന്ന് വന്നു പോയതേ ഉള്ളൂ. ജസ്റ്റ് അത് തുടങ്ങുന്ന ആ സമയത്തേക്ക് ഇത് അടിപൊളി. ഇത് വർത്താണ് കേട്ടോ. ഇത്ര നേരം കത്തിയില്ലോ. ഇവിടെ എല്ലാം റെഡ് കോട്ട് ആയിട്ടുണ്ട്. ഇവിടെയും തുടത്തില്ല. പക്ഷെ ഇതുണ്ടോ, നമുക്ക് ഇത് വേറെ അലോയാണോ? അത് അല്ല, ഇവിടെ നേരെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന ഇത് എപ്പോഴും കൂളായിരിക്കും അല്ലേ. ഇവിടെ ബാക്കി ഭാഗങ്ങളെല്ലാം ചൂട് കാണും. ഇതുണ്ടോ, ശരിക്കും ഇതിന്റെ ആ ഒരു ഡിസൈൻ ആണ് ടെർബോയുടെ പോലെ. ഇങ്ങനെ സർക്കുലേറ്റ് ഇവിടുന്ന് ഏറെ വലിച്ചാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം ചൂടാവാതിരിക്കുന്നത്. അതെ, നമ്മൾ ഇതിനകത്ത് ഇത്രയും സാധനം ഇട്ട് കത്തിച്ചു. പപ്പയും ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാനും ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇതിനകത്ത് വരുന്ന വേസ്റ്റ് എവിടെയാണ് പോകുന്നത്? കാരണം നമ്മൾ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. നമ്മൾ ക്ലീൻ ചെയ്യണം. ഇതിനകത്ത് തന്നെ കിടക്കും ചാരം. അതായത് ഒരു 100 കിലോ കത്തിച്ചു കഴിഞ്ഞാൽ 3 കിലോ താഴെ ഫൈൻ പൗഡർ ആണ് അതിന്റെ വേസ്റ്റ് വരുന്നത്. 100 കിലോ കത്തിച്ചാൽ 3 കിലോ ഈ താഴെ ഫൈൻ പൗഡർ. അടിയിൽ വരുന്ന ഇതാണോ? കുറച്ചുകൂടി ഇതിനകത്ത് കിടക്കും. അതേ ഉള്ളൂ. അത് നമ്മളൊന്നെങ്കിൽ എടുത്ത് കമത്തി കളയാം.
അത്രേ ഉള്ളൂ അല്ലേ? ചൂട് മറിയുമ്പോൾ ഒരു ചൂടിട്ടാൽ മതി. പറമ്പൊന്നും അപ്പോൾ ഇനി വൃത്തികേടാകത്തില്ല. അതെന്താണെങ്കിലും ഞാൻ പറയുമായിരുന്നു, നിങ്ങളുടെ വീട്ടിലെ കുട്ടികളോ അല്ലെങ്കിൽ ഇത് കുട്ടികൾക്ക് മാത്രമല്ല, ഹോസ്റ്റലുകൾ, പ്രായമായിട്ടുള്ള ആളുകൾ, സ്ഥാപനങ്ങൾ, നിങ്ങൾക്ക് സ്പേസ് ഇല്ലെങ്കിൽ ഹൈലി റെക്കമെൻഡ് ദിസ് പ്രോഡക്റ്റ്. നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചേട്ടന്മാരെ വിളിച്ച് അന്വേഷിക്കുക. കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്കല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം ഇന്നത്തെ നമുക്ക് കാലത്ത് അറിയാം, എല്ലാവർക്കും സ്ഥലം ഭയങ്കര കുറവാണ്. നമ്മളൊരു വീടിന്റെ ഒരു സൈഡിൽ നമുക്ക് ആപ്പാടെ ഒരു മീറ്ററേ ഉള്ളെങ്കിൽ, 1 മീറ്റർ വേണ്ട അല്ലേ, അവിടെ വെച്ച് ഒരു 1/2 മീറ്റർ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് നമുക്ക് ഇത് കത്തിക്കാം. നമുക്ക് എവിടെ വേസ്റ്റ് ഉണ്ടോ അവിടെ വീടിന് മേളിൽ വേണമെങ്കിൽ എടുത്ത് വെച്ച് കത്തിക്കാം. ഈ ഒരു പ്രോഡക്റ്റിന്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 37,990 രൂപയാണ് കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് 36,000 ആണ്. കുറച്ച് ആൾക്കാരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇത് കുറച്ച് ഓവർ പ്രൈസ്ഡ് അല്ലേ എന്ന്. ഒരിക്കലുമല്ല. കാര്യം ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിലാണ് ഈ ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ കത്തിക്കുമ്പോഴേക്കും ഏകദേശം 800 ഡിഗ്രി ഹീറ്റ് പുറപ്പെടുവിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഇരട്ടി ഹീറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വില ഒട്ടും കൂടുതലല്ല കേട്ടോ. അല്ല, പിന്നെ വേറെ ആവശ്യം, നമ്മളിപ്പോൾ വീടിൻ്റെ സൈഡിലിട്ട് കത്തിക്കുവാണെങ്കിൽ പുക അടിച്ചിട്ട് ആ വീടിൻ്റെ ഒരു ഏരിയ മൊത്തം കരിഞ്ഞിരിക്കും. ഇത് വെച്ച് കഴിഞ്ഞാൽ പുകയില്ല. നമ്മുടെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും വരത്തില്ല. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള, ഞാൻ അടുത്ത കാലത്ത് മേടിച്ചതിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. നമ്മൾ ഇത്ര നാള് ഈ ഒരു വീപ്പയ്ക്ക് എടുത്തിട്ടാണ് ഡയപ്പർ കത്തിച്ചുകൊണ്ടിരുന്നത്. ഇത് കത്തിച്ച് കഴിയുമ്പോഴേക്ക് ഇതിനകത്ത് വരുന്നത് ഇതുണ്ടോ, ഇത്രയും വേസ്റ്റ് ആണ് വരുന്നത്. അതും ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് പകുതി കത്താതെയൊക്കെ വരുന്നുണ്ട് നമ്മൾ കത്തിച്ച സാധനങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ കണ്ട് ഇത് മേടിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അപ്പൊ ചേട്ടന്മാർ പറഞ്ഞത് 100 കിലോ കത്തിച്ച് കഴിഞ്ഞാൽ 3 കിലോ വേസ്റ്റ്, അതും ഫൈൻ പൗഡർ ആയിട്ട് വരുന്നത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കാണിച്ചു ചേട്ടന്മാർ ഇപ്പൊ കാണിച്ചു തരും കേട്ടോ. നമ്മൾ ഇത്രയും സാധനം കത്തിച്ചാണ്. ഇത് കണ്ടല്ലോ, ഇനി ഇരിക്കും തോറും ഇത് കുറഞ്ഞു വരും. ഇതിനകത്തില്ല. ഇതിനിപ്പോ നമ്മൾ മണ്ണിലോട്ട് എടുത്ത് വെള്ളം ഒഴിക്കുവാണെങ്കിൽ അലിഞ്ഞു പോകത്തേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഡയപ്പർ മാത്രമല്ല, വീട്ടിലെ എല്ലാ സാധനം കത്തിക്കാം. കേടായി പോയി മുളക് വരെയിട്ട് കത്തിക്കാം കേട്ടോ. അപ്പൊ അടിപൊളി അല്ലേ ചേട്ടാ? അതുപോലെ തന്നെ ഇതിന്റെ കപ്പാസിറ്റി എന്തോ, നമുക്ക് എത്ര കിലോ വരെയിട്ട് കത്തിക്കാം? ഇതിന്റെ കപ്പാസിറ്റി അൺലിമിറ്റഡ് ആണ്. കാരണം നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് കത്തിക്കുന്നതല്ല, നമ്മൾ പേപ്പർ കത്തിച്ചിരുന്നിട്ട് നമ്മൾ വേസ്റ്റ് ഇട്ട് കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ അത് കാരണം അൺലിമിറ്റഡ് ആണ് ഇതിന്റെ കപ്പാസിറ്റി. അതായത് ഒരു ഹോൾ ഫ്ലാറ്റിലോട്ട് വേണമെങ്കിലും ഈ ഒറ്റ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഒരു 10-25 യൂണിറ്റ് ഉള്ള ഫ്ലാറ്റ് ആണ്, ഇതിനകത്ത് 1 യൂണിറ്റ് മതി. വീടുകൾക്ക് അത് തന്നെ മതി. കാരണം ഇതൊരു സൈസിന്റെ ആവശ്യമുള്ളൂ. കാരണം ഇത് കണ്ടിന്യൂസ് കൊടുത്തോണ്ടിരിക്കുക, കത്തിക്കുക. പിന്നെ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോഴേക്കും ഇത് നമ്മൾ കവർ ചെയ്ത് വെക്കാണ്ട് എന്തെങ്കിലും ഡയറക്റ്റ് വെയിൽ മഴ അടിച്ച കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഈ പ്രോഡക്റ്റ് വെയിലും മഴയും കൊണ്ടൊന്നും കുഴപ്പമില്ല. പിന്നെ കത്തിക്ക് നല്ല ചൂടടിക്കുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് വെള്ളം ഒഴിക്കരുത്. അങ്ങനെ കാരണം ഇതിനടിയിൽ ഒരു കാസ്റ്റ് ഗ്രില്ലുണ്ട്. ഈ 800 ഡിഗ്രി ചൂടിന് മുകളിലാണ് നിൽക്കുന്നത്. ഡയറക്റ്റ് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് കത്തി തീരണം അല്ലേ? തണുത്ത് നിൽക്കുന്ന സമയത്ത് ഇതിനകത്ത് മഴയും വെയിലും കൊണ്ടാലൊന്നും ഒരു കുഴപ്പമില്ല. പുറത്ത് വെച്ചാൽ ഒരു കുഴപ്പമുണ്ടാകില്ല. പ്രത്യേകിച്ച് റൂഫിന്റെ അടിയിൽ വെക്കേണ്ട ആവശ്യമില്ല. എവിടെ വെള്ളം വെക്കാം. തീർച്ചയായിട്ടും. നമുക്ക് ഇതിന്റെ ചാരം ഇങ്ങനെ കമത്തി കളയാം. ഇത്രയും വളരെ സിമ്പിൾ ആയിട്ട് അത്രയും നമ്മൾ വേസ്റ്റ് ഇത്രേ ഉള്ളൂ ചാരം. ഇനി നാളെ രാവിലെ ആണെങ്കിൽ ഇതിന്റെ പകുതിയാവും. അതായത് നമ്മൾ ഫുള്ള് കത്തിക്കുവാണെങ്കിൽ നാളെ ആവുമ്പോഴത്തെ ഇതിന്റെ പകുതിയാവും. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുവാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ശരിക്കും പറയാൻ തീ കെട്ടിട്ടില്ല കേട്ടോ. ഈ കെടുന്നതിന് മുമ്പ് നമ്മൾ എടുത്താണ്, വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം. അതല്ലെങ്കിൽ ചേട്ടന്മാർ പറഞ്ഞത് നമ്മൾ കത്തിച്ചങ്ങ് വെച്ചേക്കുവാണെങ്കിൽ ഈ കാണുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ വരെ ഈ ഒരു പൊടി രൂപത്തിലാകും കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ചപ്പോഴും ആ ഒരു തീക്കനിലുണ്ടായിരുന്നു കേട്ടോ. അത് കത്തി തീർന്നിട്ടില്ലായിരുന്നു. ഞാൻ മേടിച്ചതിൽ ഈ അടുത്ത കാലത്ത് മേടിച്ചതിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. കാരണം നമ്മുടെ വീട്ടിൽ 2 പിള്ളേർ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആയിരുന്നു ഡയപ്പർ കത്തിക്കുക എന്നുള്ളത്. ഇനിയിപ്പോൾ ഡയപ്പർ മാത്രമല്ല, നമ്മുടെ വീട്ടിലെ എല്ലാ വേസ്റ്റും ഇട്ട് കത്തിക്കാം. അത് കത്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാരം വളരെ കുറച്ചേ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ചേട്ടന്മാരോട് ചോദിക്കുമായിരുന്നു, ഇതിപ്പം വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇത് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് മേടിക്കുന്നത്? നിങ്ങൾ ഹോം ഡെലിവറി ആണോ? ഇല്ല, നമ്മളിത് പാഴ്സലായിട്ട് അയക്കുകയാണ്. പാഴ്സലായിട്ട് അയക്കുകയാണ്. നിയറസ്റ്റ് പാഴ്സൽ എത്തിക്കും, അവിടെ കളക്ട് ചെയ്താൽ മതി. കയറ്റിക്കൊണ്ട് പോകുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമ്മുടെ ഇപ്പോൾ ഒരു കാറിലോ ഓട്ടോയിലോ കയറ്റിക്കൊണ്ട് പോകാനുള്ളതേ ഉള്ളൂ. വളരെ ചെറിയ പ്രോഡക്റ്റ് ആണ്. പാഴ്സലായിട്ട് വീട്ടിലെത്തും. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ഇതിന് ഇൻസ്റ്റലേഷൻ പ്രത്യേകിച്ച് ഇൻസ്റ്റലേഷൻ ഒരു ആവശ്യമില്ല. നമ്മൾ പാക്കറ്റ് പൊട്ടിക്കുക, എടുത്ത് വെക്കുക. വെക്കുക. അത്രേ ഉള്ളൂ. പിന്നെ ഒരു വിധത്തിൽ ഫ്യൂലും നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കേണ്ട. ഇപ്പോഴും ഞാൻ ഇത് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു വിധ സർവീസിന്റെ ആവശ്യമില്ല, മെയിൻ്റെനൻസിന്റെ ആവശ്യമില്ല. പിന്നെ ഒരു അത്യാവശ്യത്തിനുള്ള ഈ പറഞ്ഞ ഒരു യൂസർ മാനുവൽ ഉപയോഗിക്കുന്ന രീതി എല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇത് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചേട്ടന്മാരെ വിളിച്ച് ചോദിക്കുക. നമ്പർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആകും തോന്നുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചേട്ടന്മാരെ താങ്ക് യു സോ മച്ച്. താങ്ക്സ് ചേട്ടാ.